ഹലോ എവരി വൺ. ഇപ്പം നമ്മുടെ HSSTയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ്. ഇപ്പം ഈ സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് മുമ്പ് HSST കൊടുത്ത സിലബസ് കുറച്ച് ലെങ്തി, കുറച്ച് സിമ്പിളായിരുന്നു. പക്ഷേ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ ഈ സിലബസ് ഏകദേശം നെറ്റിന് സെറ്റിനൊക്കെ വരുന്ന മുഴുവൻ ടോപ്പിക്കുകളും ഇതിലുണ്ട്. പിന്നെ അത്ര ഫുള്ളായിട്ടില്ല, എന്നാൽ ഏകദേശം അതുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൽ നമുക്ക് ഫിസിക്സ് കൂടാതെ ജനറൽ പേപ്പറും ഉണ്ട്. ഇപ്പോൾ ജനറൽ പേപ്പറും ഇതും കുറച്ച് ലെങ്തി തന്നെയാണ്, ജനറൽ പേപ്പറും. ഇപ്പോൾ നമ്മുടെ ഈ ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാം. ഈ ക്രാഷ് കോഴ്സിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിൽ ഈ ഫിസിക്സ് പേപ്പറിൻ്റെ മുഴുവനും വീഡിയോ ലെക്ചേഴ്സ്, അതുകൂടാതെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള HSST ലെവലിലുള്ള ടെസ്റ്റുകൾ, പിന്നെ പേപ്പർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതുകൂടാതെ മുഴുവൻ ഫുൾ ലെങ്ത് സിലബസിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ജനറൽ പേപ്പറിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. ജനറൽ പേപ്പറിൻ്റെ PDF കോപ്പി മെറ്റീരിയൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. മെറ്റീരിയലും പിന്നെ അതിലുള്ള ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യും. അത് തന്നെ ഇനഫാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊക്കെ പറയാനുള്ളത്, നമ്മൾ പ്രീവിയസ് ഇയർ HSSTയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കേരളത്തിലുള്ളതോ പിന്നെ കേരളത്തിന് പുറത്തുള്ളതോ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഇതാണെന്ന് പറയാം, ജൂനിയർ കോളേജസ് എന്നാണ് സാധാരണ കേരളത്തിന് പുറത്ത് ഇതിന് പറയാറ്. ഹയർ സെക്കൻഡറി എന്നുള്ളത് നമ്മുടെ കേരളത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജൂനിയർ കോളേജസിലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലെവലിലുള്ള പോസ്റ്റിനായിട്ടുള്ള എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ബേസ്ഡ്, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സാധാരണ വരാറ്. ഇപ്പോൾ ഹാമിൽട്ടോണി എന്ന് പറഞ്ഞാൽ ചിലപ്പം ജസ്റ്റ് ഹാമിൽട്ടോണിൻ്റെ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക. ഹാമിൽട്ടോണും ലഗ്രാഞ്ചും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. CSER നെറ്റിനോ ഗേറ്റിനോ ചോദിക്കുന്ന പോലെ ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അത്ര ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ സിലബസ് കവർ ചെയ്തിട്ട് SSSTയുടെ മോഡലായിട്ടുള്ള HSST മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ കവർ ചെയ്യേണ്ടതുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സീരീസ്, ഈ ക്രാഷ് കോഴ്സ് നമ്മൾ എക്സാമിനേഷൻ്റെ ഒരാഴ്ച മുമ്പ് പൂർണ്ണമായിട്ടും തീർക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസ്, ഫുൾ സിലബസുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് കിട്ടും. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൺലി 1000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് 1000 റുപ്പീസ് പേ ചെയ്തിട്ട് ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഈ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ്, 7415553949. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും. ഈ കോഴ്സിൻ്റെ ലൈവ് ക്ലാസ് കിട്ടും. ഇപ്പോൾ ലൈവ് ക്ലാസ് റംസാൻ ആയതുകൊണ്ട് ഇപ്പോൾ 4 to 5 അല്ലെങ്കിൽ 5 to 6 ആണ്, ഈവനിങ്ങിലാണ് വെക്കുന്നത്. ആഫ്റ്റർ റംസാൻ നിങ്ങൾക്ക് 8:30 to 9:30 എന്ന് പറഞ്ഞാൽ റെഗുലർ ടൈമിലായിരിക്കും എന്ത് കിട്ടുക, ലൈവ് ക്ലാസ്സിൻ്റെ സമയം ഉണ്ടാവുക. ലൈവ് ക്ലാസ് കൂടാതെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റ്, അതിൻ്റെ സൊല്യൂഷന്, പിന്നെ പേപ്പർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റ്, അതിൻ്റെ സൊല്യൂഷന്, പിന്നെ ഫുൾ സിലബസുള്ള മോക്ക് ടെസ്റ്റ് സീരീസ്, അതിൻ്റെ സൊല്യൂഷന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, HSST വരുന്ന ഓൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സിലബസിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസ്ട്രെയിൻസ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ നമ്മുടെ ലെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുക, നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കും. പിന്നെ ഏത് ഫോർമുലയാണ് എക്സാമിനേഷന് വരിക, ഏത് ക്വസ്റ്റ്യനാണ് എക്സാമിനേഷന് വരിക എന്നുള്ളത് ഓരോ ലെക്ചറും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് എൻ്റെ ഇത്രയും കാലത്തെ ഈ കോച്ചിങ് എടുത്തുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗോ ത്രൂ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ക്വസ്റ്റ്യൻസാണ് എക്സാമിനേഷന് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ കൺസ്ട്രെയിൻഡ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്.
അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഇയറിൽ നമുക്ക് ചോദിക്കും. മറ്റ് സിസ്റ്റങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുക ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ, പിന്നെ 3Dയിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, n പാർട്ടിക്കിൾസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സ്പെസിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ ചോദിക്കുന്ന എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഒരു 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യാമെന്ന് കരുതാം. ഒരു സിംഗിൾ പാർട്ടിക്കിൾ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കാർട്ടീഷ്യൻ സ്പേസ്, നമ്മുടെ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, അതിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിയണം, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് അറിയണം, വൈ കോർഡിനേറ്റ് അറിയണം, ഇസഡ് കോർഡിനേറ്റ് അറിയണം. ഈ 3 കോർഡിനേറ്റും അറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ എക്സാക്റ്റ്ലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കോർഡിനേറ്റോ 2 കോർഡിനേറ്റോ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സും അറിയണം, വൈയും അറിയണം, ഇസഡും അറിയണം. അത് 3 അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പറഞ്ഞുതരാം. ഒരു പാർട്ടിക്കിൾ സ്പേസിൽ മൂവ് ചെയ്യാൻ കരുതുക. അപ്പോൾ ഞാനിവിടെ ഒരു എന്ത് വരക്കുന്നുണ്ട്, ജസ്റ്റ് വെയിറ്റ്, ഒരു ക്യൂബ് വരക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഇതാണ് ഏറ്റവും താഴെയുള്ള ക്യൂബിൻ്റെ ഫേസ്, ഇത് മുകളിലുള്ള ഫേസ്. ഓക്കെ, മുകളിലുള്ള ഫേസ്. അപ്പം നമുക്ക് ഒരു ബോഡി, ഒരു പാർട്ടിക്കിൾ ഈ 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യാൻ കരുതാം. അപ്പം നമുക്ക് അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് അറിയില്ല, എക്സും വൈ മാത്രമേ അറിയുള്ളൂ. ഇമാജിൻ ഇത് എക്സ് കോർഡിനേറ്റ് ആണെന്ന് കരുതാം, ഇത് എക്സ് കോർഡിനേറ്റ്, പിന്നെ ഇത് വൈ കോർഡിനേറ്റ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഇമാജിൻ നമുക്കറിയാം അതിൻ്റെ എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3. എക്സ് ഈക്വൽ ടു 2, 1, 2, എക്സ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഈക്വൽ ടു 3, 1, 2, 3. ഇവിടെയാണ് ഇത് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ ലൈനിൽ വരുന്ന എല്ലാ പോയിൻറ്റും എന്താണ് അറിയാം, എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 3 ആണ്. എല്ലാ പോയിൻറ്റും ഈ മുകളിലോട്ട് വരച്ച ഈ ലൈനിലുണ്ടല്ലോ, എല്ലാ പോയിൻറ്റിൻ്റെയും എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും, വൈയുടെ വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് നമ്മുടെ പാർട്ടിക്കിൾ എവിടെയെന്ന് അറിയില്ല. ഈ പാർട്ടിക്കിൾ ഇവിടെയാണോ അതോ ഇവിടെയാണോ, മുഖത്തെ പ്ലെയിനിലാണോ താഴത്തെ പ്ലെയിനിലാണോ അതിൻ്റെ ഇടയിലാണോ ഒന്നും നമുക്കറിയില്ല. അത് അറിയണമെങ്കിൽ എന്ത് വേണം, ഇസഡും കൂടെ വേണം. ഇനി ഇസഡ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. നമ്മുടെ ഈ പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലെടുക്കണമെങ്കിൽ 1 മീറ്ററോ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 3 കോർഡിനേറ്റും കൃത്യമായിട്ട് അറിഞ്ഞാലാണ് 3 ഡയമെൻഷനിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 ഡയമെൻഷനിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും, 3 ആയിരിക്കും. 2 ഡയമെൻഷനിലാണ് മൂവ് ചെയ്യണമെങ്കിലോ 2 ആയിരിക്കും. 1 ഡയമെൻഷനിലാണ് മൂവ് ചെയ്യണമെങ്കിലോ 1 ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാർട്ടിക്കിളല്ല n പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാന്ന് കരുതാം. ഒന്നിലധികം പാർട്ടിക്കിൾ n പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓരോ പാർട്ടിക്കിളിനും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. n പാർട്ടിക്കിൾ ആകുമ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 × n ആയിരിക്കും. 2 പാർട്ടിക്കിൾ ആണെങ്കിലോ n ഈക്വൽ ടു 2 ആണെങ്കിൽ 3 × 2 ഈക്വൽ ടു 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. n ഈക്വൽ ടു 3 ആണെങ്കിൽ 3 × 3 ഈക്വൽ ടു 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പം n പാർട്ടിക്കിൾസ് ഒരു സ്പേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 3n. ഇത് എക്സാമിനേഷന് പ്രീവിയസ് ഇയേഴ്സിൽ വന്ന ക്വസ്റ്റ്യനാണ്.
റിപ്പീറ്റ് ചെയ്തിട്ട് സെയിം ക്വസ്റ്റ്യനാണ് എക്സാമിനേഷൻ വരിക. അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇനി നമുക്ക് എന്താണ് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് നോക്കാം. ഈ കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ. പാർട്ടിക്കിളിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഏത് കണ്ടീഷനെയും നമുക്ക് എന്ത് പറയാമല്ലോ? കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയാം. ഞാൻ ഇതിലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു ക്യൂബ് വരച്ചു. ആ ക്യൂബിനെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്യൂബ് വരച്ചു. ഇനി ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മൾ ഈ പാർട്ടിക്കിളിൻ്റെ ഒരു വാല്യൂവിന് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു, ഒരു കോർഡിനേറ്റാണ് z=0 എന്ന് പറഞ്ഞാൽ z=0 ആണ്. അപ്പോൾ എക്സ് വൈ മാത്രം വേറെ ഉള്ളൂ. അപ്പോൾ പാർട്ടിക്കിൾ ഈ എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. പാർട്ടിക്കിൾ എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ഹൈറ്റ് നമ്മളേക്ക് 0 ആക്കി റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ പാർട്ടിക്കിളിനെ ഇനി z=0 എന്ന് മുകളിലോട്ടോ z=0 എന്ന് നെഗറ്റീവ് z വാല്യൂ ഒക്കെ പോകാൻ കഴിയില്ല. കാരണം നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. പാർട്ടിക്കിളിന് എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം മോഷൻസിനാണ്. അപ്പോൾ നമ്മൾ പാർട്ടിക്കിളിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പാർട്ടിക്കിളിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമോ? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ z=0 എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ പാർട്ടിക്കിൾ എക്സ് വൈ പ്ലെയിനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ. ഇവിടെ z=0 ഹൈറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷൻ ചെയ്യാൻ നമുക്ക് ഓൾറെഡി z=0 എന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് എന്ത് വേണ്ട? എക്സും വൈ മാത്രം മതി. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3ൽ നിന്ന് 2 ആയിട്ട് കുറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് നമ്മൾ എത്ര കൺസ്ട്രെയിൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താവും? കുറഞ്ഞു വരും. ഓക്കെ. അപ്പം കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കൺസ്ട്രെയിൻറ്റ് ഈസ് ഇൻ എനി കണ്ടീഷൻ ദാറ്റ് റെസ്ട്രിക്റ്റ് ദ മോഷൻ ഓഫ് എ സിസ്റ്റം. ഇതിൽ ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം SSSTക്ക് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഇറ്റ് റിഡ്യൂസസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. കാരണം കൺസ്ട്രെയിൻറ്റ് ഓൾറെഡി എന്താക്കുന്നുണ്ട്? കുറച്ച് നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷനായിട്ടാണ് കുറച്ച് നമുക്ക് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂസ് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് കുറയും. അപ്പോൾ ഈ മാത്തമാറ്റിക്കലി നമ്മൾ സാധാരണ അതിനെ നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് ഫോമിൽ എഴുതാം? ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ f of q1 q2 q3 t=0. അതിൻ്റെ അർത്ഥം നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോർഡിനേറ്റ്സ്. ജനറലൈസ്ഡ് കോർഡിനേറ്റ് q1 q2 q3 എക്സെട്ര. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ ആകുമ്പം xy z ആയിരിക്കും. അല്ലെങ്കിൽ സർക്കുലർ കോർഡിനേറ്റ് ആണെങ്കിൽ r/θ, സിലിണ്ടറിക്കൽ ആണെങ്കിൽ ρ/φz, പിന്നെ സ്ഫെറിക്കൽ ആണെങ്കിൽ r/θ/φ. അപ്പം നമ്മുടെ ഇക്വേഷൻസ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആവും. സം ടൈം അത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ടൈമും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സം ടൈം ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത്തരം ഇക്വേഷൻസ് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് കൺസ്ട്രെയിൻറ്റ് മോഷൻ എന്ന് പറയും. അപ്പോൾ ആ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട്. ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ടൈപ്പ് കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്ക്, ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഫംഗ്ഷൻ ഓഫ് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? അത് കോർഡിനേറ്റിൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ =0 എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഫിയറിൻ്റെ മുകളിൽ ഒരു പാർട്ടിക്കിൾ, ഒരു സ്ഫിയർ വരക്കുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ഫിയറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ മുകളിൽ സർഫേസിലായിട്ട് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാമെന്ന് കരുതാം. ഈ പാർട്ടിക്കിൾ സ്ഫിയറിൻ്റെ മുകളിൽ ഇങ്ങനെ സർഫേസിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, സ്ഫിയറിൻ്റെ മുകളിൽ സർഫേസിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്താണ്? അതിൻ്റെ സർഫേസിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? ഫിക്സ്ഡ് അല്ലേ? കാരണം റേഡിയസ് ആയിരിക്കുമല്ലോ. അപ്പം ഈ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ഫിക്സ്ഡ് ആണ്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന്, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന്
ഒറിജിനിൽ നിന്ന് പാർട്ടിക്കിൾക്ക് ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിന് പാർട്ടിക്കിളിന് എന്തുണ്ടാവും, ആ റേഡിയസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ്റ് ആയി. അപ്പോൾ ഈ പാർട്ടിക്കിൾ സ്ഫിയറിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ പുറത്തേക്കോ പോകുന്നില്ല. ഈ പോയിന്റിൽ നിന്ന് 6 ഡിസ്റ്റൻസിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അതായത് സർഫേസിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ ആ കൺസ്ട്രെയിൻ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? ഇതിൻ്റെ ഈ ഒറിജിനിൽ നിന്ന് പാർട്ടിക്കിളിലേക്കുള്ള ദൂരത്തിൻ്റെ r² ആയിരിക്കും. അതെന്തായിരിക്കും? സ്ഫിയറിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് എന്ത്? കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഇനി ഒരു സിമ്പിൾ പെൻഡിൽ എടുക്കാം. സിമ്പിൾ പെൻഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമ്മൾ ഒരു കയറിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു എന്ത് വെച്ച് കെട്ടുന്നു? ഒരു മാസ് വെച്ച് കെട്ടുന്നു. ഇതിനെയാണ് ഈ സിസ്റ്റത്തിന് നമ്മൾ സിമ്പിൾ പെൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് y ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് L എന്ന് കരുതുക, L. അപ്പോൾ ഇത് നോക്കുക, ഈ സിമ്പിൾ പെൻഡലത്തിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സർക്കുലാറിൽ ഓസിലേറ്റ് അല്ലേ ചെയ്യാം, സർക്കുലാർ പാത്തിൽ ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സർക്കുലാർ പാത്തിൽ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലായിട്ട് ദിസ് ഈസ് എക്സ് കോർഡിനേറ്റ്, ഇത് എക്സ്, ഇങ്ങോട്ട് y ആക്സിസ്, ഇതാണ് L. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ y കോർഡിനേറ്റ് എത്രയാണ്? ഈ പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് ലെങ്ത്, y കോർഡിനേറ്റോ ഈ ലെങ്ത് ആയിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് പറഞ്ഞാൽ ഈ ലെങ്ത് പാരലൽ അല്ലേ? ഇങ്ങോട്ട് നോക്കാം, ഈ ലെങ്ത്തും പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ വൈയും ഇതിൻ്റെ എക്സും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് തീറ്റ, പിന്നെ ഇത് 90 ഡിഗ്രി, ഇത് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്തറിയാം? x² പ്ലസ് y² ഈക്വൽ ടു, അതായത് രണ്ട് സൈഡിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ, s² പ്ലസ് y² ഈക്വൽ ടു L² എന്ന് കിട്ടി. കാരണം ഇവിടെ L എന്ന് പറഞ്ഞാൽ ഇത് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണെങ്കിൽ, ഈ വയർ അല്ലെങ്കിൽ ഈ കയറ് നമ്മളെടുത്ത ഈ വയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്ട്രിങ് ആണെങ്കിൽ ആ ലെങ്ത് ഫിക്സ്ഡ് അല്ലേ? അപ്പോൾ ഇവിടെ അതാണ് കൺസ്ട്രെയിൻറ്റ്. ആ ഫിക്സ്ഡ് ലെങ്ത്തിലാണ് പാർട്ടിക്കിൾ, ഈ ഒറിജിനിൽ നിന്ന് ഫിക്സ്ഡ് ലെങ്ത്തിലാണ് പാർട്ടിക്കിൾ സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്താണ്? x² പ്ലസ് y² ഈക്വൽ ടു L². എനിക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പറയാനുള്ളത്, ഞാൻ എഴുതുന്ന ഓരോ ഇക്വേഷനും എക്സാമിനേഷന് വരാൻ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് ഉള്ള ഇക്വേഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും, കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഫോർ എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ എ പ്ലെയിൻ സ്ഫിയർ, അല്ലെങ്കിൽ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഫോർ എ സിമ്പിൾ പെൻഡുലം. ഇത് എക്സാമിനേഷൻ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഈ നോട്ടിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 2 ആയിട്ട് മാറി. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിൽ ഇതിലല്ല കേട്ടോ, മുകളിൽ പാർട്ടിക്കിൾ, അതായത് അവിടെ അത് നോട്ട് ചെയ്യണം, അത് എക്സാമിനേഷന് ചോദിക്കും. പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയറിൻ്റെ സർഫേസിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ എക്സ് വൈ ഇസഡ് 3 കോർഡിനേറ്റ് വേണം. നോർമലി നമുക്ക് 3 കോർഡിനേറ്റ് വേണ്ടേ? അപ്പോൾ നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു, ഒരു കൺസ്ട്രെയിൻറ്റ് വെച്ചു. പാർട്ടിക്കിൾ എവിടെയാണ് മൂവ് ചെയ്യുന്നത്? സ്ഫിയറിൻ്റെ സർഫേസിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കൺസ്ട്രെയിൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കാര്യം മനസ്സിലായി, പാർട്ടിക്കിൾ ഒറിജിനിൽ നിന്ന് 6 ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ആ സ്ഫിയറിൻ്റെ റേഡിയസ്, കാരണം സ്ഫിയറിൻ്റെ സർഫേസിലല്ല അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ വാല്യൂ നമുക്ക് ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് അറിയുന്ന വാല്യാണ്. ഇനി പാർട്ടിക്കിളിൻ്റെ എക്സും വൈ 2 കോർഡിനേറ്റ് മാത്രം മതി കാർട്ടീഷ്യനിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ഫെറിക്കലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മതി. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3ൽ നിന്ന് എന്തായി? 2 ആയിട്ട് ചുരുങ്ങി. ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെയും ചോദിക്കാറുണ്ട് എക്സാമിനേഷന്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ അത് സർക്കുലാർ മോഷൻ അല്ലേ? അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു XY പ്ലെയിനിലാണ് അത് ഓസിലേറ്റ് ചെയ്യുക, ഒരു പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് 2 കോർഡിനേറ്റ് മതി. പക്ഷേ നമ്മൾ ഇവിടെ ലെങ്ത്തിനെ കൺസ്ട്രെയിൻറ്റ് ചെയ്യുമ്പോൾ, ലെങ്ത്ത് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുമ്പോൾ നമുക്ക് പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷന് നമുക്ക് തീറ്റ മാത്രം മതി. ഈ തീറ്റ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാർട്ടിക്കിൾ എവിടെയെന്നുള്ളത്, കാരണം ഈ ലെങ്ത്ത് ഓൾറെഡി ഫിക്സ് ആണ്. ഇനി തീറ്റ 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോക്ക് തീറ്റ 90 ഡിഗ്രി ആണെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ലെങ്ത്ത് നമുക്ക് ഓൾറെഡി അറിയില്ല, അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, പാർട്ടിക്കിൾ ഇവിടെ 90 ഡിഗ്രി. ഇനി തീറ്റ 45 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾ ഇവിടെ എത്തി, കാരണം ഈ ലെങ്ത്ത് ഫിക്സ്ഡ് ആണ്, L ആണ്. ഇനി തീറ്റ 0 ഡിഗ്രി എന്നാണ്.
ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ മതി, ഒരൊറ്റ കോർഡിനേറ്റ് മതി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ. പാർട്ടിക്കിളിൻ്റെ സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒറ്റ കോർഡിനേറ്റ് മതി. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായി? 2ൽ നിന്ന് 1 ആയി. അപ്പോൾ ഇതും ചോദിക്കും. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് എന്തായിരിക്കും? അത് കുറക്കും. അപ്പം പാർട്ടിക്കിൾ മൂവിങ് ഓൺ എ സ്പെറിക്കൽ സർഫേസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം രണ്ടും സിമ്പിൾ പെൻഡുലത്തിന് 1 ആണ്. നിർബന്ധമായി നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രെയിൻറ്റിനെ ഇപ്പോൾ നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻ്റ് ആണ് പറഞ്ഞത്. അതിൽ നമ്മൾ ഇക്വേഷൻ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിന് നമ്മൾ എഴുതിയത്. ഇനി ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടാവും. ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത കൺസ്ട്രെയിൻറ്റ്, അതിനെ പറയുന്ന പേരാണ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞത്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ നോട്ടിൽ വേറെ എക്സാമ്പിളും കൊടുത്ത് പ്യുവർ റോളിങ്ങിൻ്റെ ഒരു എക്സാമ്പിളും കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊരു ഫുട്ബോൾ എന്ന് കരുതുക. ഒരു ഫുട്ബോൾ, ഇതൊരു ഫുട്ബോൾ. ഒരു പാർട്ടിക്കിൾ ഈ ഫുട്ബോളിൻ്റെ ഉള്ളിൽ ഒരു കല്ല് കുടുങ്ങി. അപ്പോൾ ഈ കല്ല് എന്താണ്? ഫുട്ബോളിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യണം. സർഫേസിലല്ലേ, ഉള്ളിൽ ഹോളോ അല്ലേ. അപ്പോൾ ഒരു കല്ലിട്ട് നിങ്ങളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അത് ഉള്ളിൽ മൂവ് ചെയ്യൂലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പാർട്ടിക്കിളിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷേ മാക്സിമം അതിൻ്റെ സർഫേസ് വരെ വാല്യൂക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഉള്ളിൽ അത് ലോക്കായില്ല, പാർട്ടിക്കിൾ ലോക്കായില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? x² + y² + z² = r² എന്നാണ് നമ്മൾ എന്തിനെഴുതിയത്? സർഫേസിൽ മൂവ് ചെയ്യുമ്പോൾ ചെയ്തത്. അപ്പോൾ ഇത് സർഫേസിൻ്റെ ഉള്ളിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം r², r² എന്ന് എഴുതാം. മാക്സിമം അതിന് ആ പാർട്ടിക്കിളിന് ഫുട്ബോളിൻ്റെ സർഫേസ് വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് തന്നെ വരും. അപ്പോൾ r². അപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ഉള്ളിൽ ഒരു കല്ലോ എന്തെങ്കിലും ട്രാപ്പ് ആയാൽ അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ s² + y² + z² = r² എന്നായി. അതേപോലെ നമുക്ക് വേറെ വേണമെങ്കിൽ എഴുതാം. നിങ്ങളൊരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒരു കല്ല് വിട്ടു, എന്നിട്ട് അതിനിളക്കി നോക്ക്. ആ കല്ലിൻ്റെ മോഷൻ എന്തായിരിക്കും? അത് ആ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ മോഷൻ നടക്കുക. അപ്പോൾ അത് നമുക്ക് <= എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റില്ല. സർഫേസിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇത്തരം കൺസ്ട്രെയിൻറ്റ് അത് നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷേ <= ഒരു > എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ അത്തരം കൺസ്ട്രെയിൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന്. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് വേറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നോൺ ഹോളോണോമിക്കും മനസ്സിലാവും. ഹോളോണോമിക് കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റും. നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ എഴുതിയാൽ മതി: f(q1, q2, q3, etc. ടൈം നോട്ട് ഈക്വൽ ടു 0. നമുക്ക് =0 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ =any ക്വാണ്ടിറ്റി നമുക്ക് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ > സം കോൺസ്റ്റൻറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറയാം. ഇനിയുള്ളത് സിലോറോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് ആണ്. സിലോറോണോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻറ്റ് പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ പറഞ്ഞു, പാർട്ടിക്കിൾ മൂവിങ് ഓൺ ദ സർഫേസ് ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ടൈം ഉണ്ടോ? ടൈമില്ലല്ലോ, ടൈമില്ല. അപ്പം ടൈമില്ലാത്ത കൺസ്ട്രെയിൻറ്റ്സ് ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ മോഷന് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സിലോറോണോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഇനി അത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിയോണോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇത്തരം HSST പോലുള്ള മിക്കവാറും എല്ലാ എക്സാമിനേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, വരുന്നതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഡെഫിനിഷനും നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഈ റിയോണോമിക് കൺസ്ട്രെയിൻസിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതിയിട്ടുണ്ട്: x² + y² = r + v + vt². അപ്പോൾ അതെന്താണെന്ന് അറിയാം. ഒരു എക്സാമ്പിളാണ്. ഒരു സിമ്പിൾ പെൻഡുലം ഇതൊരു വയറാണ്. ഇമാജിൻ അതിൻ്റെ ലെങ്ത് 6 ആണെന്ന് കരുതുക. ഇനി ഇതുമായി ഞാനൊരു സ്പ്രിങ് ആയിട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഒരു മാസം കണക്ട് ചെയ്തു.
ഇനി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ലെങ്ത്ത് നോക്ക്, ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്ത് ഇത് സ്പ്രിങ് അല്ലേ. ഇപ്പം ഇവിടെ മാസം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ സ്പ്രിങ് ചിലപ്പോൾ എന്താകും, ലെങ്ത്ത് കൂടും. അതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് എന്താവും, കൂടും കുറയും ചെയ്യും. അപ്പോൾ അതാവുമ്പോൾ ഇവിടെ നമുക്ക് x² + y² = L² നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം L ഇവിടെ എന്തല്ല, അല്ലെങ്കിൽ ഇവിടെ 6 കൊടുക്കുക, അല്ലെങ്കിൽ L കൊടുക്കാം. ഈ ലെങ്ത്ത് നമ്മൾ മൊത്തം L എന്ന് എടുക്കാം. ഈ L എന്തല്ല, ഫിക്സഡ് അല്ല, അത് വേരി ചെയ്യും. കാരണം ഈ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത്ത് കൂടും, സ്പ്രിങ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത്ത് കുറയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, x² + y² = L(t²) എന്ന് എഴുതാം, L(t²). അപ്പോൾ അതേപോലെ ഒരു എക്സാമ്പിളാണിത്. ഇവിടെ വി ടി ലെങ്ത് ആണല്ലോ, വെലോസിറ്റി ഇൻറ്റു ടൈം വി ടി, r + vt² എന്ന് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പം ഈ കൺസ്ട്രെയിൻ്റ് എന്താണ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ ടൈം. അപ്പം ടൈമിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റിയോനോമിക് കൺസ്ട്രെയിൻറ്റ്സ്. ഓക്കെ, നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കാം. ഇനി ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി, കൺസ്ട്രെയിൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ക്ലാസ്സിന് ശേഷം ഞാൻ 2 ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യും. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് സിലബസ് പ്രകാരം നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സാണ് കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ലഗ്രാഞ്ചിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ കോർഡിനേറ്റ് സിസ്റ്റം നന്നായിട്ട് മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്, നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്, 2 ലെക്ചേഴ്സുകൾ. അപ്പോൾ ആ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു മോഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളതിനെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത്. ഇൻഡിപെൻഡൻറ്റ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുമല്ലോ. അപ്പോൾ നമുക്കറിയാം കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയുമ്പം കിട്ടുന്ന നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, ആ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമല്ലോ, അവിടെ ആ കൺസ്ട്രെയിൻറ്റ് ആ കോർഡിനേറ്റ്സിൽ ഉൾപ്പെട്ടു. അപ്പോൾ നമ്മൾ പിന്നെ കൺസ്ട്രെയിൻറ്റിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വേറെ ഇക്വേഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിലൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ കൺസ്ട്രെയിൻറ്റ് സിമ്പിൾ പെൻഡിലും മറ്റൊക്കെ സോൾവ് ചെയ്യുമ്പോൾ വളരെ ലെങ്ത് ആയിട്ട് മാറും. കാരണം അതിൽ നമുക്ക് കൺസ്ട്രെയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേറെ ഇക്വേഷൻസ്, വേറെ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ അത് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ട് കൊണ്ടുവരണം. പക്ഷെ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്യുകയാണെങ്കിലോ, ആ കോർഡിനേറ്റിൽ തന്നെ നമ്മൾ ഓൾറെഡി കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രെയിൻറ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് കുറഞ്ഞത്. അപ്പോൾ ആ കുറഞ്ഞ കോർഡിനേറ്റ്സിനെ കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻറ്റ് അതിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമ്പർ ഓഫ് കോർഡിനേറ്റും കുറഞ്ഞു, കൺസ്ട്രെയിൻറ്റ് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഇക്വേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിൽ ആ സാധനം ഉൾപ്പെട്ടു. ഇനി അതെന്താണെന്ന് അതിന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് സോൾവ് ചെയ്യുക. നമ്മൾ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിലാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് കോർഡിനേറ്റ്സ് ഉപയോഗിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് യൂസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ചെയ്യുന്ന അതേ പ്രോബ്ലം നമ്മൾ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് 2 പേജ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിലാണെങ്കിൽ 3 വരിയിലോ 4 ലൈനിലോ നമുക്ക് ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിൽ അതേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. But in Lagrangian mechanics, instead of using generalized coordinate, instead of using Cartesian coordinate, we use generalized coordinate. ഇത് എക്സാമിനേഷൻ ചോദിക്കുക, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിൽ ഏത് കോർഡിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണോ. അപ്പോൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തും ആവാം, പക്ഷേ ആക്ച്വൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറഞ്ഞിട്ടുണ്ടാവും, കാരണം അതിൽ കൺസ്ട്രെയിൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ generalized coordinates are a set of independent parameters that uniquely describe the configuration of system. They are denoted by q1, q2, q3, qn. അപ്പോൾ അത് നമുക്ക് എത്ര n നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ആവാം, വേറെ n ഈസ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടോ അത്രയും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾസ് പറയാം. സിമ്പിൾ പെൻഡുലം ഓൾറെഡി നമ്മൾ എഴുതി,
സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു, ഇത് ലെങ്ത് L ആണ്, ഇവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു മാസ് M കണക്ട് ചെയ്തു. ഇത് y ആക്സിസുമായി ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് L ആണ്. അപ്പോൾ ഇത് അതിൻ്റെ y കോർഡിനേറ്റ് ആയിരിക്കും, y ആക്സിസിൽ അതിൻ്റെ ലെങ്ത് ആയിരിക്കും. ഇത് x ആക്സിസിലെ ലെങ്ത്, അല്ലെങ്കിൽ ഇത് x ആക്സിസിലെ ലെങ്ത്, ഇത് വെർട്ടിക്കൽ ആക്സിസ് ആയതുകൊണ്ട് y ആക്സിസ് ലെങ്ത്. ഇത് എക്സ് എന്നും ഇത് വൈ എന്ന് എഴുതാം. അപ്പോൾ x² + y² എന്തായിരിക്കും? L² ആയിരിക്കും. ഞങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു നമുക്ക് തീറ്റയുടെ മാത്രം. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് മാത്രം ഉപയോഗിക്കാമോ? ഒറ്റ കോർഡിനേറ്റ് ഉപയോഗിക്കും, തീറ്റ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1 = തീറ്റ എന്ന് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എക്സും വൈനൊക്കെ നമുക്ക് തീറ്റയുടെ ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ ഇവിടെ x = എന്താവും? നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് x/L, അതായത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എന്ത്? എക്സ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്യൂസ് L = sin തീറ്റ. അപ്പോൾ നമുക്ക് x = L sin തീറ്റ. അപ്പോൾ എക്സിനെ നമുക്ക് എന്ത് ചെയ്താം? തീറ്റയുടെ ഫോർമാറ്റിൽ എഴുതാം. അതേപോലെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് y ബൈ ഹൈപ്പർട്യൂസ് ബി എഴുതാട്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്യൂസ് = cos തീറ്റ. അപ്പോൾ y = L cos തീറ്റ എന്ന് എഴുതാം. ഇവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ഇത് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുമ്പോൾ താഴേക്കുള്ള ഡിസ്റ്റൻസ് y ആക്സിസിൽ മൈനസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മുകളിലേക്ക് പോകുമ്പോൾ ഇത് y = 0 ആണ്. അപ്പോൾ മുകളിലോട്ടുള്ള ലെങ്ത് y പോസിറ്റീവും താഴോട്ടുള്ള ഇത് y നെഗറ്റീവും. അതുകൊണ്ടാണ് ഇവിടെ -L cos തീറ്റ എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, -L cos തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരൊറ്റ കോർഡിനേറ്റ് മതി ഈ സിസ്റ്റത്തെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ ആണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഇത് എക്സാമിനേഷന് ചോദിക്കുകയും എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഫോർ എ സിമ്പിൾ പെൻഡുലം സിസ്റ്റത്തിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണെന്ന് ചോദിക്കാം. x, y, r, തീറ്റ ഒക്കെ തരും. അപ്പോൾ ഏതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്? തീറ്റ. ഓക്കെ, പിന്നെ എക്സിൻ്റെ വൈയുടെ ഫോർമുല ഓർമ്മിച്ച് വെക്കാം. പിന്നെ പാർട്ടിക്കിൾ ഓൺ എ സ്ഫിയർ. അപ്പം ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഓൾറെഡി മറ്റൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് വെർഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പം സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് 3 കോർഡിനേറ്റ് ഉണ്ട്, r, θ, φ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിക്കിൾ സ്ഫിയറിൻ്റെ മുകളിൽ സർഫേസിൽ മൂവ് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ = x² + y² + z² = r². അപ്പോൾ നമുക്ക് ഇവിടെ x, y, z ഒക്കെ നമുക്കറിയണം. പക്ഷേ നമ്മൾ അവിടെ r ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് 3 കോർഡിനേറ്റ് ഉണ്ട്, r, θ, φ. r ഫിക്സ്ഡ് ആണ്, കാരണം സ്ഫിയറിൻ്റെ റേഡിയസിൽ r, സർഫേസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ r ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് 2 കോർഡിനേറ്റ് മാത്രം മതി, θ ആൻഡ് φ. അപ്പോൾ Q1 = θ, Q2 = φ. അപ്പം ജസ്റ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2i. അപ്പോൾ ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഏതാണ്? θ ആൻഡ് φ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടിക്കിൾ സ്ഫിയറിൻ്റെ മുകളിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലഗ്രാഞ്ച് നമ്മൾ എഴുതുമ്പോൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എഴുതാറിയോ? θ ആൻഡ് φയുടെ ഫോർമാറ്റിലാണ് അതിൻ്റെ ലഗ്രാഞ്ച് നമ്മൾ എഴുതുക. അപ്പോൾ നമുക്ക് അവിടെ 2 കോർഡിനേറ്റ് മാത്രം മതി. ഇനി അതേപോലെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് x, y, z സോൾവ് ചെയ്തിട്ട് അതിന് സോൾവ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആയിട്ട് വരും. അപ്പം നമ്മൾ അതിൻ്റെ ലഗ്രാഞ്ചിൻ്റെ മെക്കാനിക്സിൽ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ θ ആൻഡ് φയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 2 ആണ്. പിന്നെ ഡബിൾ പെൻഡുലം. ഡബിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു പെൻഡുലുണ്ട്, ഇതൊരു പെൻഡുലം L1, ഇതിൻ്റെ മേലെ വേറൊരു പെൻഡുലം, വേറൊരു മാസ്, ഇത് M1, ഇത് M2. ഈ ഫസ്റ്റ് പെൻഡുലം y ആക്സിസുമായി θ1 ആംഗിൾ ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ പെൻഡുലം y ആക്സിസുമായി θ2 ആംഗിൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ ലഗ്രാഞ്ചിനും മറ്റും ഞങ്ങൾ CSR നെറ്റിൻ്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. CSR നെറ്റിൽ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് കൂടിയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് അത്ര ഡെപ്തായിട്ട് HSSTയുടെ എക്സാമിനേഷൻ ആയതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഈ പ്രോബ്ലം ഉണ്ടല്ലോ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇനി നമ്മൾ അതിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഇവിടെ 2 ഉള്ളൂ, θ1 ആൻഡ് θ2. ഈ 2 കോർഡിനേറ്റ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? θ1 ആൻഡ് θ2. ഓക്കെ, ഇവിടെ 2 വയറുണ്ട്. ഒന്നിൻ്റെ വയറിൻ്റെ ലെങ്ത് L1, രണ്ടാമത്തെ വയറിൻ്റെ ലെങ്ത് L2, 2 മാസ് M1 ആൻഡ് M2. ഈ ഫസ്റ്റ് വയർ അറ്റ് എ ടൈം θ1 എന്ന ആംഗിൾ ഉണ്ടാക്കുന്നു, അതേ സമയത്ത് മറ്റേ വയർ
വെർട്ടിക്കൽ ആക്സിസുമായി θ2 ആംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ θ1ഉം θ2 ആണ് ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2. അപ്പോൾ ഡബിൾ പെൻഡുലത്തിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2. ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കും. അപ്പോൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. അത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുക. പിന്നെ അതിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് ഏതാണോ നമുക്ക് ഒഴിവാക്കേണ്ടത്, കൺസ്ട്രെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഏതാണോ ഫിക്സ് ആയിട്ടുള്ളത് നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയും. ഓക്കെ. പിന്നെ ചിലപ്പം ഈ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഈ ഫോർമാറ്റ് ചോദിക്കും. ജനറലൈസ്ഡ് വെലോസിറ്റി ഇപ്പം എക്സ് ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് കരുതുക. എക്സ് ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ എക്സ് ഡോട്ട് ആയിരിക്കും എന്ത്? ജനറലൈസ്ഡ് വെലോസിറ്റി. അപ്പോൾ എന്തായിരിക്കും? dx/dt. dx/dt. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജനറലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ Q1 QI എന്ന് പറഞ്ഞ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റി എന്തായിരിക്കും? Q ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു dq/dt. R ആണെങ്കിൽ R ഡോട്ട് dr/dt. അപ്പോൾ ചിലപ്പോൾ എന്താ ചോദിക്കും? ഈ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ ഇക്വേഷന് ചോദിക്കും. ഫോർ പെൻഡുലത്തിൽ തീറ്റയാണ് എന്ത്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ അവിടെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്താണ്? dθ/dt ദാറ്റ് ഈസ് ഈക്വൽ ടു d ഡോട്ട്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ് എന്ത്? ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ θ ഡോട്ട് ആണ് എന്ത്? ജനറലൈസ്ഡ് വെലോസിറ്റി. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എക്സാമിനേഷന് ചോദിക്കാം. പിന്നെ ആ രണ്ട് ഇക്വേഷൻസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ദ കൺസ്ട്രെയിൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇക്വേഷൻസ്. നമുക്ക് ഇക്വേഷൻസ് എന്തായും ഓട്ടോമാറ്റിക്കലി അത് സാറ്റിസ്ഫൈ അതിലുള്ളത് കൊണ്ട് നമുക്ക് ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് കുറഞ്ഞ ഇക്വേഷൻസ് മതിയാവും. പിന്നെ ലഗ്രാഞ്ചിന് അത് സിംപ്ലിഫൈ ചെയ്യും. ലഗ്രാഞ്ചിൻ മെക്കാനിക്സ് അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ലഗ്രാഞ്ചിൻ തന്നെ വരുന്നത്. ഇപ്പോൾ കൺസ്ട്രെയിൻറ്റിൻ്റെ ഇക്വേഷൻ ജനറലൈസ്ഡ് കോർഡിനേറ്റിലാണ് നമ്മൾ ലഗ്രാഞ്ചിൻ നമ്മൾ എഴുതാറ്. അപ്പോൾ അത് ലഗ്രാഞ്ചിൻ മെക്കാനിക്സിനെ ലഗ്രാഞ്ചിൻ ഫോർമുലേഷൻ അത് സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്ലിക്കബിൾ ടു കോംപ്ലക്സ് സിസ്റ്റം. ഈ കോംപ്ലക്സ് സിസ്റ്റം നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിലല്ലോ അത് വളരെ പ്രയാസമാണ്. സിമ്പിൾ പെൻഡിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബോളിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ഞാനൊരു ബൗൾ എടുക്കുകയാണ്. ഒരു ബൗൾ നമ്മൾ വീട്ടിലൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കുന്ന മാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ സൂപ്പൊക്കെ കുടിക്കുന്നത്. അത് ബോളിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ ഇതിനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ലഗ്രാഞ്ചിന് ഹാമിൽട്ടോണിയൻ മറ്റു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ CSR നെറ്റ് GRE എക്സാമിനേഷനൊക്കെ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഇതിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. XYZ ആക്സിസ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യാം. പക്ഷെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഇതിന് ലഗ്രാഞ്ചിൻ മെക്കാനിക്സിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണെങ്കിലോ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനി കോംപ്ലക്സ് സിസ്റ്റത്തിന് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആപ്ലിക്കബിൾ എന്ന് മാത്രമല്ല ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ വളരെ നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാമിനേഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണിത്. അതായത് നമ്മുടെ കയ്യിൽ n പാർട്ടിക്കിൾസ് ഉണ്ട്, k നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആയിരിക്കുന്നത്? അപ്പം കൺസ്ട്രെയിൻറ്റ് ഇല്ലെങ്കിൽ നമുക്കറിയാം 3n ആണ്. n നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ 3n ആണ് എന്ത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിലോ എത്ര കൺസ്ട്രെയിൻറ്റ് ഉണ്ടോ അത് ഇതിൽ നിന്ന് കുറക്കാം, 3n - k. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ ജനറൽ ഇക്വേഷൻ എത്രയാണ്? n പാർട്ടിക്കിൾ ഉണ്ട്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് എത്രയാണ്? k. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n - k എന്നായിട്ട് വരും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. പാർട്ടിക്കിൾ മൂവിങ് ഓൺ എ സർക്കിൾ. പാർട്ടിക്കിൾ സർക്കിളിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 6 ഫിക്സ്ഡ് ആണ്. അപ്പോൾ എത്ര കൺസ്ട്രെയിൻ്റ് ഉണ്ട്? അതിൻ്റെ റേഡിയസ് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ചു. അതായത് സെൻറ്ററിൽ നിന്ന് ഒറിജിനിൽ നിന്ന് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ലെങ്ത് നമ്മൾ ഫിക്സ്ഡ് ആക്കി. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് എത്രയാണ്? k = 1. ഒരൊറ്റ കൺസ്ട്രെയിൻ്റേ ഉള്ളൂ. അപ്പോൾ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആയിരിക്കും? ടോട്ടലി 2D സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ അല്ലേ. അപ്പോൾ നോർമലി അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം x കോർഡിനേറ്റുമാണ് y കോർഡിനേറ്റുമാണ്. അപ്പം നോർമലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. അപ്പോൾ അതിലൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2ൽ നിന്ന് നമ്മൾ അതിനെ മൈനസ് ചെയ്തു. 2 - 1 = 1. അപ്പോൾ അതിപ്പം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായി?
1 3n മൈനസ് കെ എന്നാണ്. അപ്പോൾ അത് 3 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ 2n മൈനസ് കെ എന്ന് പറയും. 1 ഡയമെൻഷൻ ആണെങ്കിൽ n മൈനസ് കെ എന്നാണ് വരിക. ഓക്കെ, 3 ഡയമെൻഷൻ ആകുമ്പോൾ 3n മൈനസ് കെ, 2 ഡയമെൻഷൻ ആണെങ്കിൽ 2n മൈനസ് കെ, 1 ഡയമെൻഷൻ n മൈനസ് കെ എന്ന് വരും. അപ്പോൾ ഒരൊറ്റ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്നായിട്ട് മാറും. അതാണ് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. തീറ്റ ഒറ്റ കോർഡിനേറ്റ് മതി. അപ്പോൾ അതിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നോ എൽ കോസ് തീറ്റ എന്നോ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. വെലോസിറ്റിൻ്റെ നമുക്ക് എന്ത് എഴുതാം? വി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം. വി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മറി പറയാം. ഇപ്പോൾ ഞാൻ എടുത്ത എല്ലാ പോയിൻറ്റും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ മെറ്റീരിയൽ തയ്യാറാക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, HSSTക്ക് മാത്രം പ്രിപ്പയർ ആയിട്ടുള്ള നോട്ടാണത്. അപ്പം എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് സമ്മറി പറയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്, കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഇൻ ദ മോഷൻ, ഹോളോണോമിക് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിബിൾ ആസ് കോർഡിനേറ്റ് ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നോട്ട് ഇൻ്റഗ്രബിൾ ടു കോർഡിനേറ്റ് ഇക്വേഷൻ ആയിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ആ ഇക്വേഷന്. അത് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷനായിട്ട് വേണ്ട. അപ്പോൾ ഇക്വേഷൻ അല്ലാതെ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ പോലുള്ള ഇക്വേഷൻ, അങ്ങനെയുള്ള ഫോർമുല കിട്ടാം. അപ്പോൾ ഇക്വേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ജനറലൈസ്ഡ് കോർഡിനേറ്റ് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് ഡിസ്ക്രൈബിങ് ദ സിസ്റ്റം. ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഈ ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഫസ്റ്റ് 2 ക്ലാസ് പബ്ലിക് ക്ലാസ് ആയിരിക്കും. കാരണം നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ കിട്ടേണ്ടതുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ കാൻഡിഡേറ്റുമായി ഇത് റൺ ചെയ്യൽ പ്രോഫിറ്റബിൾ അല്ല. അപ്പോൾ യൂട്യൂബിൽ ഞാനിതിനെ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർ HSSTക്ക് പ്രിപ്പയർ ചെയ്യുന്നതോ അപ്ലൈ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. ഓൺലി 1000 റുപ്പീസ് ഇതിൻ്റെ ഫീസുള്ളൂ. എല്ലാവർക്കും ആക്സസിബിൾ ആണ്. പിന്നെ ഇതിൽ നിങ്ങൾ വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും നല്ല ഏറ്റവും ടോപ്പ് കോഴ്സ്, ടോപ്പ് കണ്ടൻറ്റാണ് ഇവിടെ നിന്ന് കിട്ടുക. ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. വെറുതെ തിയറി അതും ഇതും പറഞ്ഞു പോകല്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഫിസിക്സ് മാസ്റ്റേഴ്സിൻ്റെ കോഴ്സിൽ കിട്ടുക. ഓക്കെ, അപ്പം ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ ലെക്ചേഴ്സും വാച്ച് ചെയ്യുക, എല്ലാ ടെസ്റ്റും എഴുതുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ തന്നെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ ഞാനതിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് വെർഷൻ നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല, ഫസ്റ്റ് 2 ലെക്ചേഴ്സ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ആപ്പിൽ എല്ലാ ലെക്ചേഴ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്തവർക്ക് അത് ആപ്പിലെ വീഡിയോ സെക്ഷനിൽ അതുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ PDF കോപ്പി ആപ്പിലെ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ബാച്ചിൽ. അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്റ്റഡി മെറ്റീരിയൽ സെക്ഷനിൽ കിട്ടും. പിന്നെ നമ്മുടെ ടെസ്റ്റുകൾ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ്, സ്റ്റഡി മെറ്റീരിയൽ, ടെസ്റ്റ്, അസൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെനൂസ് കാണാം. ടെസ്റ്റിൽ നിങ്ങൾക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ക്ലാസ് ഈസ് ഓവർ.